ഇപ്പം ഈ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കൂടാ. കാരണം ഈ വിസിറ്റിങ്ങിന് വന്ന കുറേ പിള്ളേരുണ്ട്, വിസിറ്റിംഗ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അതേപോലെ കുറേ ഫാമിലീസ് ഉണ്ട് യു എക്ക് വന്നിട്ട് വിസിറ്റിങ്ങിന് വന്ന ആൾക്കാർ. ഇവരൊക്കെ എന്ത് ചെയ്യും? കാരണം വിസിറ്റിങ് കഴിഞ്ഞ് ഒന്നെങ്കിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അടുത്ത ദിവസം ഫൈൻ വരും. അപ്പോൾ ഇപ്പോൾ എയർലൈൻസ് ഇല്ല, എയർപോർട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആൾക്കാരുടെ ഈ ഫൈനും കാര്യങ്ങളൊക്കെ യു എ എങ്ങനെ കൈകാര്യം ചെയ്യും അല്ലേ? എന്നാൽ യാതൊരുവിധ ടെൻഷൻസും വേണ്ട. യു എ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. യു എ ഗവൺമെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് രാജ്യത്ത് കുടുങ്ങിയവരുടെ വിസ ഫൈനുകൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ട്. അതായത് വിസിറ്റിങ്ങിന് വന്ന് വിസ കഴിഞ്ഞവരുണ്ടാകും, റെസിഡൻസ് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടാകും. എന്നാൽ ഇവർക്കൊന്നും ഓവർ സ്റ്റേ ഫൈന് ഉണ്ടാവത്തില്ല. യു എ ICPയുടെ പുതിയ അപ്ഡേറ്റ് ആണ്. ഫെബ്രുവരി 28 എയർപോർട്ട് അടച്ചതിന് ശേഷം വിസ ഓവർ ആകുന്ന ആളുകൾക്ക് ഓവർ സ്റ്റേ ഫൈനുകൾ ഉണ്ടാവില്ല. മാത്രമല്ല ഇവരുടെ എല്ലാം വിസ കാലാവധി സൗജന്യമായി നീട്ടി നൽകുമെന്നാണ് ICP ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് UAE ആണ്. തിങ്സ് ആർ ഡിഫറെൻറ്റ് ഹിയർ. ജനങ്ങളുടെ കൂടെ തന്നെ കാണും. താങ്ക് യു.